ഫസ്റ്റ് ലവിന് ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയാൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? അതും ആ സെക്കൻഡ് ചാൻസിന് ഒരു ദിവസത്തെ ഡ്യൂറേഷൻ മാത്രമേ ഉള്ളൂ. എന്തൊക്കെ ഇമോഷൻസിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോവുക? അത്തരത്തിലുള്ള ഒരു കഥയാണ് ഇത്തിരി നേരം എന്ന സിനിമ പറയുന്നത്. പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്ത് റോഷൻ മാത്യു, ഷെറിൻ ഷിഹാബ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രമാണ്. ജിയോ ബേബിയാണ് ചിത്രം പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ജിയോ ബേബി സംവിധാനം ചെയ്ത സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ അദ്ദേഹം പ്രസന്റ് ചെയ്യുന്ന ഒരു സിനിമ ഒരു മിനിമം ക്വാളിറ്റി എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുമല്ലേ. ആ ഒരു എക്സ്പെക്ടേഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സിനിമ എൻഡ് ചെയ്യുന്നതും. അത്രയും ആ ഒരു മനസ്സ് നിറഞ്ഞ് തന്നെ നമുക്ക് ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാനും സാധിക്കുന്നതാണ്. ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ മുതൽ തന്നെ 96 സിനിമയായിട്ടുള്ള ഒരു കമ്പാരിസൺ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി രണ്ടും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന കഥകളാണ്, രണ്ട് സിനിമകളാണ്. ആകെ വർഷങ്ങൾക്ക് ശേഷം ഒരു സമയത്ത് പ്രേമത്തിലായിരുന്നു, ഒരു റിലേഷൻഷിപ്പിലായിരുന്നു രണ്ടുപേർ. ഒരുപാട് വർഷങ്ങൾക്ക് ഇപ്പുറം കണ്ടുമുട്ടുന്നു. അവരൊരുമിച്ച് ഒരു ദിവസം, ഒരു ഈവനിങ്, ഒരു നൈറ്റ് അവർ സ്പെൻഡ് ചെയ്യുന്നു. രണ്ടും ഒരു ദിവസം നടക്കുന്ന കഥയാണ്. പക്ഷേ പ്രൈമൈസസ് രണ്ടും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇതിൽ റോഷൻ്റെയും ഷെറിൻ്റെയും കഥാപാത്രങ്ങൾ ഈ സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരെ ഈ രണ്ട് ആക്ടേഴ്സിനെ ശരിക്കും അവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇവരുടെ ഒരു കഥാപാത്രങ്ങളായി മാത്രമായിരുന്നു കാണാൻ സാധിച്ചിട്ടുള്ളത്. രണ്ടുപേരും അത്രയും ഗംഭീരമായിട്ട് ഈ ഒരു കഥാപാത്രങ്ങളെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെ റോഷൻ്റെ കഥാപാത്രം അനീഷും ഷെറിൻ്റെ കഥാപാത്രം അഞ്ജുവും ഈ ക്യാരക്ടേഴ്സായിട്ട് ഇവർ ജീവിക്കുകയായിരുന്നു. ഇവരോടൊപ്പം തന്നെ അഭിനയിച്ചിട്ടുള്ള നന്ദു, ആനന്ദ് മന്മഥൻ, ജിയോ ബേബി, ഇവരുടെ കഥാപാത്രങ്ങളും എല്ലാം വളരെ മികച്ചതായി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പെർഫോമൻസ് മാത്രമല്ല, ടെക്നിക്കലി നോക്കിയാലും ഓവറോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വളരെ ഗംഭീരമായി തന്നെ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ ആയിക്കോട്ടെ, ക്യാമറ, എഡിറ്റിംഗ്, മ്യൂസിക്, സൗണ്ട് എല്ലാം കൊണ്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവിയാണ് ഇത്തിരി നേരം. ഈ സിനിമ എല്ലാവർക്കും കണക്റ്റ് ആവുന്ന ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഇത് തിയേറ്ററിൽ ഒരുപാട് കളക്ഷൻ നേടുകയോ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആവുകയോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് കണക്റ്റ് ആവുന്ന, ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇത് കുറച്ച് പേരെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് ഈ സിനിമ ശരിക്കും വന്നിട്ടുള്ളത്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ഉണ്ടായേക്കാം. ഇതിൽ പലർക്കും ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയപ്പോൾ ഒരു ക്ലോഷർ കിട്ടാതെ ബ്രേക്കപ്പ് ആയവരുണ്ടായേക്കാം. അത്തരത്തിലുള്ളവർക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്തരത്തിലുള്ളവർക്ക് ഈ സിനിമ കണ്ടു കഴിയുമ്പം ചെറുതായിട്ടെങ്കിലും ഒന്ന് കണ്ണ് നിറഞ്ഞായിരിക്കും ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകാനും സാധിക്കുന്നത്. സോ എല്ലാവർക്കും ഒരേപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് എന്നൊരിക്കലും പറയുന്നില്ല. പക്ഷേ നമുക്ക് സമാധാനപരമായിട്ട് ഒരു 2.5 മണിക്കൂർ തിയേറ്ററിൽ സ്പെൻഡ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഇത്തിരി നേരം. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കുക.